അയ്യോ ഇത് കണ്ടോടി. ഇന്ന് വണ്ടി ഓടിച്ചാളല്ലേ? നമുക്ക് സുശീല വിളിക്കാം. വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ അച്ഛനിവിടെ ഇല്ലല്ലോ. ശൈലേ നീ പോയി വൈദ്യരെ വിളിച്ചോണ്ട് വാ. ബാബുട്ടാ ബാബുട്ടാ. ചിലപ്പോഴേ അവൻ ഇതിനകത്തുണ്ടെങ്കിലോ. പെണ്ണുങ്ങളുടെ മടപ്പരയിൽ ആണുങ്ങൾ കയറിയിരിക്കുള്ളൂ. അതൊരു ശരിയാ. അയ്യോ 2 പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. പോലീസ് അവരെന്നെ തിരക്ക് വരികയാണ്. എന്റെ ദൈവമേ അകത്തേക്ക് വരൂ വരൂ. ഈ പരിസരത്ത് ഈ വീട് മാത്രമല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നമുക്ക് കയറി ഒന്ന് പരിശോധിച്ചാലോ? എന്താണ് സാർ? എന്ത് വേണം സാർ? വെടിയുണ്ട. ഞങ്ങളുടെ ഏമാന്റെ വെടിയുണ്ടയായിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വന്നു. ഇല്ലല്ലോ. വന്നാലും വന്നില്ലെങ്കിലും ഉണ്ട സഹിതം അവന് ഞങ്ങൾ പൊക്കും. ഞാൻ വിചാരിച്ചു ബാത്റൂം ആയിരിക്കുന്നു. തന്നെ ഞാൻ പുറത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അകത്ത് ഞാൻ പരിശോധിച്ചോളാം. എന്തോന്നാണ് ഈ പെട്ടിക്കകത്തുള്ളത്? അതിനകത്ത് അരിയും പരിപ്പും ഒക്കെ ഉണ്ട്. മേടിച്ചു വെക്കും. ഈ വേലക്കായതെല്ലാം മേടിച്ചു വെക്കും. തന്റെ ഒടുക്കത്തെ ഒരു തുമ്മല്. ഇങ്ങനെ തുമ്മിയെ തന്റെ തലതെറിച്ചു പോടൂ. നീ പേടിച്ചു പോയായിരിക്കും. അതിനകത്തെ പാമ്പുണ്ട്. ഈ സർപ്പയറ്റം തുടങ്ങിയ പിന്നെ പാമ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടുന്ന് പാമ്പാണെന്ന്. അയ്യോ ചോര! അയ്യോ ചോര! എന്റെ മൂക്കിലൂടെ ചോര! അയ്യോ 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 ചോര! ചോര! അയ്യോ എന്റെ ചോരക്കകത്തൂടെ കുറേച്ചെ തലച്ചോറും വരുന്നുണ്ടല്ലോ. എന്നെ ആശുപത്രി കൊണ്ടുപോകാ. എന്നെ എങ്ങോട്ടേക്കൊന്ന് കൊണ്ടുപോകണം. അയ്യോ ഈ കഷായം 3 നേരം കൊടുത്താൽ മതി. ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ പോലും താനെ ഇറങ്ങിക്കോളും. ഞാൻ വരട്ടെ കുഞ്ഞ്. സുശീലയുടെ അച്ഛൻ എവിടെ? അച്ഛൻ മൂപ്പനെ കാണാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ഞാൻ അന്നേ വീട്ടിലേക്ക് വരാൻ വിളിച്ചതല്ലേ, എന്നിട്ട് വന്നോ? ഇപ്പൊ വന്നില്ലേ? വന്നതാണോ? പൊക്കിക്കൊണ്ട് വന്നതല്ലേ? വേണ്ട, എഴുന്നേൽക്കണ്ട. വൈദ്യർ എന്നോട് വിവരം പറഞ്ഞായിരുന്നു. പിന്നെ പോലീസ് പിന്തുടർന്നു എന്തോ പറയുന്ന കേട്ടു. അതെന്തിനായിരുന്നു? ഞാനെല്ലാം പറയാം. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ്
മണിമംഗലം ഗോപാലൻ എന്നറിയപ്പെടുന്ന വലിയ മനുഷ്യൻ എന്റെ ചിറ്റപ്പനാണെന്ന് മനസ്സിലായത്. ചെറുപ്പത്തിൽ എന്നെ എന്റെ അമ്മയെയും സ്വത്തിനു വേണ്ടി കൊല്ലാൻ ശ്രമിച്ച എന്റെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ, എന്തിനാണെന്നറിയില്ല, അയാളുടെ ഭാര്യയും കൊന്നു. എന്നിട്ട് ഞാനാണ് കൊന്നതെന്ന് പോലീസിന് വിവരമറിയിച്ചു. മാധവിയെ കൊന്നോ? മാധവി കൊച്ചമ്മയെ കൊന്നോ? അതെങ്ങനെ? ബോധം വീണിട്ടില്ലെങ്കിലും ഇനി ജീവനാവത്തില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് എന്റെ ജീവനാപത്താണ്. എന്താ? കാറ്റടിച്ച് വീണതാ. ബോധം വീണ് കിട്ടിയാൽ അവളെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് അവൾ പോലീസിനോട് പറയും. അതിനു മുൻപ് അവിടെ വെച്ച് തന്നെ നീ അവളെ കൊല്ലണം. നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. ഞാൻ തന്നെ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീനമല എസ്റ്റേറ്റും ബംഗ്ലാവും നിന്റെ പേർക്ക് ഞാൻ എഴുതി തരാം. അങ്ങനെ ഭയപ്പെടണ്ട. വാക്ക് മാറുമോ? ഈ മണിമംഗലം ഗോപാലൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. ചീനമല എസ്റ്റേറ്റിലെ മണി മുതലാളി. പോയി രമണി, കമലേ, ഈ പേഷ്യന്റ് എവിടെ പോയി? എന്ത്? മാധവിയെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിയെന്നു? കിടത്തി. എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? പാണിയമ്പാറ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. വെരി ഗുഡ്. ഈ ബഹളങ്ങളൊക്കെ ഒന്ന് തീർന്നോട്ടെ. നിന്നെ ഞാൻ ചീലമല എസ്റ്റേറ്റിന്റെ മുതലാളിയാണ്. ഫോൺ. ഹലോ, ഗോപാലൻ സ്പീക്കിംഗ്. ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ വിശേഷം? വാട്ട്? ബോധമില്ല കിടന്ന് എന്റെ ഭാര്യയെ കാണാനില്ലെന്നോ? അവൾ അവിടെ പോരാ? നോൺസെൻസ്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ മാധവിയെ കടത്തിക്കൊണ്ടുപോയി കൊന്നത് ബാബു ആണെന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ ചാപ്റ്റർ ക്ലോസ്. അപ്പോ ചീനമലയുടെ കാര്യം ഉറപ്പല്ലേ മുതലാളി? എന്താ സംശയം? ഉറപ്പല്ലെന്നോ? ഇന്നു മുതൽ നീ ചീനമല മണി മുതലാളിയാണ്. മണി മുതലാളി. കണക്ക് എഴുതിക്കോ, പിന്നെ തരാം. ഇവിടെ എങ്ങാനും താമസിക്കാൻ ഒരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടുമോ? ആ മുക്കിൽ അന്വേഷിച്ചാൽ അറിയാം. അവിടെ ഒരു വീട് ഒഴിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്റെ കയ്യിൽ 10-20 രൂപയുണ്ട്. ആ, അത് മതിയാവും. സാറേ, ഇവനെ വെറുതെ വിടാൻ പാടില്ല സാറേ. ആ പാവപ്പെട്ട സ്ത്രീയുടെ കാശും പിടിച്ചു കൊടുത്തോണ്ട് ഇവൻ ഓടിയതാ സാറേ. ഇവൻ ഇത് തന്നെയാ ജോലി. നെറ്റി മുറിഞ്ഞിരിക്കുന്നല്ലോ. വരൂ, കാറിൽ കയറൂ. ഇതാ നിങ്ങളുടെ രൂപ. വലിയ ഉപകാരം. വരൂ.
വലിയ ഉപകാരം കുഞ്ഞെ. ഇനി ഞാൻ പൊയ്ക്കോളാം. വരൂ. അല്ല, വീടൊന്നും ഇല്ലാന്ന് പറഞ്ഞ നിങ്ങൾ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ആരോരും ഇല്ലാത്ത എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ മോനെ? അമ്മയില്ലാത്ത എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ആശ്വാസമാണ്. വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ താമസിക്കാം. എന്താ ആലോചിക്കുന്നത്? ആർക്കും ഒരു ഭാരമായിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന് എന്നെ സഹായിക്കുന്നത് ഇഷ്ടമല്ലേ? ശരി മോനെ. വരൂ അമ്മേ.